നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 6 പേർക്ക് പരുക്കേറ്റു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. ബൽറാം, തുടർച്ചയായ 2ാം ദിവസമുണ്ടാകുന്ന ആക്രമണമാണിത്. ഇന്നിപ്പോൾ 4 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായിരിക്കുന്നു. നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ 3 ഇടങ്ങളിലായുണ്ടായ ഭീകരാക്രമണത്തിൽ 6 സൈനികരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഭീകരാക്രമണം ഉണ്ടായത് ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലാണ്. ഇന്ന് വൈകിട്ട് 3:30ഓടെയാണ് സൈനിക സംഘം സുരക്ഷാ സേന സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തുന്നത്. ഈ സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന സൈനികർ ഉടൻ തന്നെ തിരിച്ചടിച്ചു. എന്നാൽ ഈ ഗ്രനേഡ് ആക്രമണത്തിലും വെടിവെപ്പിലുമായി 4 സൈനികരാണ് ഇന്ന് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. സൈന്യം തുടർന്നും ഈ ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട്. മേഖല പൂർണ്ണമായും വളഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എങ്കിലും ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ 6 സൈനികർക്ക് ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് അവർ ഇപ്പോൾ ചികിത്സയിലാണ്. ആശുപത്രികളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രജോരി ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 സൈനികർ വീരമൃത്യു വരിച്ചത്. തുടർന്ന് 6 ഭീകരരെ ഈ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിനൊടുവിൽ സൈന്യം വധിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കത്വയിലും ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായത്. കത്വ നഗര മേഖലയിൽ നിന്നും ഏതാണ്ട് 120ഓളം കിലോമീറ്റർ അകലെ പഞ്ചാബിലെ പത്താൻകോട്ടുമായി സമീപത്തുള്ള മേഖലയിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പതിവ് പട്രോളിങ്ങിനായി പോകുകയായിരുന്ന സൈനികർ, ഇതിൽ ജമ്മു കശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും ഇന്ത്യൻ കരസേനയും ഉൾപ്പെടുന്ന സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകര സംഘടന ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഉള്ള റിപ്പോർട്ടുകൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇത് ദോഡയിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ തെരച്ചിലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരത്തിനായാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന തരത്തിലാണ് ഈ സംഘടന നൽകുന്ന വിശദീകരണം എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വാർത്ത എന്നുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അനുജ, ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കത്വയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 6 സൈനികർക്ക് പരുക്കേറ്റു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്കാണ്. മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി മണിപ്പൂരിൽ നേരിട്ടെത്തി ജനങ്ങളുടെ വേദനയും ആശങ്കകളും കേൾക്കണം. മണിപ്പൂരിലെ പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യാനും കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും രാഹുൽ ഗാന്ധി നേരിൽ കണ്ടു. മണിപ്പൂരിലെ ജിരിബാമും ചുരാചന്ദ്പൂരും മൊയ്റാങ്ങിലെ ക്യാമ്പുകളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്നും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി. It is important that the Prime Minister come here, listen to the people of Manipur, try and understand what is going on in Manipur. After all, Manipur is a proud state of the Indian Union, and it's very important that the Prime Minister, especially, even if it wasn't a tragedy, even if there was no tragedy, the Prime Minister should have come to Manipur. മണിപ്പൂർ ഗവർണറുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി. അസമിലെ താലൈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. ദുരിതമേഖലയിലെ വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേത് എന്നായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ വിമർശനം. രാഹുൽ ഗാന്ധി നാളെ റായ്ബറേലി സന്ദർശിക്കും. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള മണ്ഡലത്തിലെ ആദ്യ സന്ദർശനമാണ് ഇത്. 24 ഡൽഹി.
സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവിൽ തീരുമാനം. ഭരണവിരുദ്ധ വികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം. സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കുമായില്ല എന്നും വിമർശനമുയർന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിനോടകം പല ജില്ലാ കൗൺസിലിലും നടന്ന വിമർശനത്തിലൊക്കെ പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളാണ് അംഗങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെ ഭരണവിരുദ്ധ വികാരം എന്ന തരത്തിലേക്ക് അതിനെ പരാമർശിക്കുക എന്നതാണോ ഇന്നത്തെ CPI തീരുമാനം, എക്സിക്യൂട്ടീവിന്റെ തീരുമാനം? അനുജ, CPI സംബന്ധിച്ച് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു നിലപാടനുസരിച്ച്, അതായത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള കാര്യം അത് കൃത്യമായി പറയുക തന്നെ വേണം. അതേസമയം മുഖ്യമന്ത്രിയുടെ മാത്രം പേരെടുത്ത് ഒരു വിമർശനമോ കുറ്റപ്പെടുത്തലോ അവലോകന റിപ്പോർട്ടിൽ വേണ്ട, അത് പരാമർശിക്കേണ്ടത് എന്നുള്ളതാണ് CPI എക്സിക്യൂട്ടീവ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതേസമയം ഭരണവിരുദ്ധ വികാരം, മന്ത്രിമാരുടെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായവും ഇന്നത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും ആയില്ലെന്നും വിമർശനമുണ്ടായി. അത് ചില സാമുദായിക സംഘടനകളുടെ പേരെടുത്തുള്ള വിമർശനം എന്ന നിലയ്ക്ക് കൂടി അതിനെ CPI എക്സിക്യൂട്ടീവിൽ ഉയർന്നു എന്നുള്ളത്, അംഗങ്ങൾ ഉയർത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയേണ്ടതില്ല. നാളെയും മറ്റന്നാളും CPI സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. അതിൽ കൂടി വരുന്ന അഭിപ്രായങ്ങളും വിമർശനങ്ങളും പ്രധാനപ്പെട്ടതാകും. മാത്രവുമല്ല, അതായിരിക്കും നിർണായകമായി മാറുക. അനുജ, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായത് എന്ന് CPI എക്സിക്യൂട്ടീവിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി യോഗത്തിലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ തോൽവിക്കെതിരെ ആഞ്ഞടിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഘടനാ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പാർട്ടിക്ക് പോകാൻ കഴിയില്ല. ആലപ്പുഴ CPIMലെ കളകൾ പറിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലെ മേഖലാ റിപ്പോർട്ടിംഗിലാണ് പാർട്ടി സെക്രട്ടറിയുടെ താക്കീത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ മേഖലാ റിപ്പോർട്ടിംഗിലാണ് പാർട്ടി സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. പാർട്ടിക്കുള്ളിലെ കള പറിച്ചുകളഞ്ഞേ മുന്നോട്ടു പോകാനാകൂ. അതാര് എന്നത് പ്രശ്നമല്ല. അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല. ശക്തികേന്ദ്രമായ കായംകുളത്തെ LDF 3ാം സ്ഥാനത്തേക്ക് പോയി. കായംകുളത്ത് സംഘടനാ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല. ചില ഏരിയയിലും ലോക്കൽ കമ്മിറ്റികളിലും ചിലർ കൽപ്പിക്കുന്നതേ നടക്കൂ. അവർ പറയുന്നതിനപ്പുറം നീങ്ങിയാൽ നടപടിയുമായി വരും. അത്തരക്കാരെ ഇനിയും വെച്ചുപൊറുപ്പിക്കാനാവില്ല. പണത്തോടുള്ള ആർത്തിയാണ് പലർക്കും. പാർട്ടിയിലേക്ക് വന്ന് 10-15 കൊല്ലം കൊണ്ട് വലിയ സമ്പത്തിനുടമയാകുന്നു. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അത്തരക്കാരെ പാർട്ടിക്ക് വേണ്ട. SC/ST വിഭാഗത്തിൽ പാർട്ടിക്ക് നഷ്ടമായ സ്വാധീനം തിരിച്ചുപിടിക്കണമെന്നും MV ഗോവിന്ദൻ. എന്നാൽ പാർട്ടി മുഖപത്രത്തിലടക്കം വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ചിരുന്നുവെങ്കിലും കായംകുളത്തെ മേഖലാ റിപ്പോർട്ടിംഗിൽ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ SNDP യോഗത്തിനെതിരെയോ പരാമർശങ്ങളുണ്ടായില്ല. അടുത്തയാഴ്ച ഏരിയ മുതൽ താഴോട്ടുള്ള കീഴ്ഘടകങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്ക് മാറ്റം. ടൂറിസം ഡയറക്ടറായിരുന്ന PB നൂഹിനെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. ശിഖ സുരേന്ദ്രനാണ് പുതിയ ടൂറിസം ഡയറക്ടർ. പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രിയും PB നൂഹും തമ്മിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ ഉയർന്നിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ്. ടൂറിസം ഡയറക്ടറെ മാറ്റിയിട്ടുണ്ട്. കൂടാതെ സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തേക്ക് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ നൂഹിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ശ്രീറാം വെങ്കിട്ടരാമന്റെ പുതിയ ചുമതല എന്നതൊന്നും വ്യക്തമല്ല. പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ്? അനുജ, സംസ്ഥാന സർക്കാർ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് PB നൂഹിനെ മാറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസമായി PB നൂഹ് ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹം അവധിയിലായിരുന്നു. ഈ അവധിയിലേക്ക് PB നൂഹ് പോകുന്ന സമയത്താണ് KTDC ഡയറക്ടറായിരുന്ന ശിഖ സുരേന്ദ്രന് ടൂറിസം വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഈ ശിഖ സുരേന്ദ്രൻ ടൂറിസം വകുപ്പിന്റെ അധിക ചുമതലയിലിരിക്കുമ്പോൾ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് വിവാദമായിട്ടുള്ള യോഗം വിളിച്ചു ചേർക്കുന്നത്. ആ വിവാദ യോഗം വിളിച്ചു ചേർത്ത ശിഖ സുരേന്ദ്രനെ തന്നെ ഇപ്പോൾ ടൂറിസം വകുപ്പ് ഡയറക്ടറാക്കി എന്നുള്ളതാണ്
ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതേസമയം താൻ അവധിയിലായിരിക്കുമ്പോൾ വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിലടക്കം PB നൂഹും വകുപ്പ് മന്ത്രിയുമായി ചില ഭിന്നതകൾ ഉയർന്നിരുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഉയർന്നിരുന്നു, ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതാണ് പ്രധാനപ്പെട്ട മാറ്റം. അതേസമയം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് PB നൂഹിനെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. നേരത്തെ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം വകുപ്പ് മന്ത്രിക്കും CPIക്കുള്ളിലും ഉയർന്നിരുന്നു. അങ്ങനെ ചില ആവശ്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഏതായാലും ആ രീതിയിലുള്ള മാറ്റം കൂടി ഈ ഉത്തരവിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ MS മാധവിക്കുട്ടി ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായി മാറ്റി നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് PB നൂഹിനെ മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. പകരം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തെ നിയമിച്ചു. വിവാദമായിട്ടുള്ള, അതായത് ഈ പുതിയ മദ്യനയ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ടൂറിസം വകുപ്പ് മദ്യനയം ചർച്ച ചെയ്യാൻ എന്നുള്ള പേരിൽ തന്നെ, അങ്ങനെ ടോപ്പിക്കിൽ കൂടുതൽ തന്നെ ടൂറിസം ബാറുടമകൾ അടക്കമുള്ളവരുടെ യോഗം അത് വിളിച്ചു ചേർത്ത അന്നത്തെ താൽക്കാലികമായി അല്ലെങ്കിൽ അധിക ചുമതല ഉണ്ടായിരുന്ന ശിഖാ സുരേന്ദ്രൻ ഇപ്പോൾ ടൂറിസം വകുപ്പിന് ടൂറിസം ഡയറക്ടറിന്റെ ചുമതല നൽകിയിരിക്കുന്നു. അനുജ, ശരി, വ്യക്തമാണ്. അതാണ് IAS തലപ്പത്തുണ്ടായിരിക്കുന്ന മാറ്റം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനായില്ലെങ്കിൽ പുനഃപരീക്ഷയാണ് ഉചിതമെന്ന് സുപ്രീംകോടതി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി. കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ ലഘൂകരിക്കാനായിരുന്നു NDAയുടെ വാദം. ഇങ്ങനെ പ്രയോജനം ലഭിച്ചവരുടെ ഫലം തടഞ്ഞുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ഇതിനെ അംഗീകരിച്ചില്ല. ചോദ്യപേപ്പർ ചോർത്തിയവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോർച്ചയുടെ വ്യാപ്തി കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യക്തമായിട്ടും അതിന്റെ വ്യാപ്തി കണ്ടെത്താനായോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. ചോദ്യപേപ്പർ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചത് എങ്ങനെയാണെന്ന് അറിയിക്കണം. 2 സെറ്റ് ചോദ്യപേപ്പറും ഒരാൾ തന്നെയാണോ തയ്യാറാക്കിയതെന്നും വ്യക്തമാക്കണം. ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുനഃപരിശോധന വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ. ചോദ്യം വ്യാപകമായി ചോർന്നെങ്കിൽ പുനഃപരിശോധനയാണ് ഉചിതം. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തുന്നതിന്റെ സാധ്യതയും സുപ്രീം കോടതി ആരാഞ്ഞു. 2 പേരാണ് കുറ്റം ചെയ്തതെങ്കിൽ എല്ലാവരും പുനഃപരീക്ഷ എഴുതണമെന്ന് പറയാനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ. എന്ത് തീരുമാനിച്ചാലും 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മെയ് 5 നടന്ന നീറ്റ് UG പരീക്ഷ സംബന്ധിച്ച് 38 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലും പുനഃപരീക്ഷ സംബന്ധിച്ചും നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് 1 ദിവസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചു. അഭിഭാഷകർ ഒരുമിച്ചിരുന്ന് വാദങ്ങൾ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണമെന്നും കുറച്ചുപേർക്ക് മാത്രമാണെങ്കിൽ പരിമിത രീതിയിൽ പുനഃപരീക്ഷ നടത്താമെന്നും സുപ്രീം കോടതി പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത 6 FIRകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിക്കണം. ജൂലൈ 11 വ്യാഴാഴ്ച കേസ് വീണ്ടും സുപ്രീം കോടതി കേൾക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവനേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങി. ലീഗ് MLA N. ഷംസുദ്ദീനാണ് കോഴയാരോപണം ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉന്നയിച്ചത്. ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവികമായും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പണം വാങ്ങി PSC മെമ്പർമാരെ നിയമിക്കുന്ന രീതി CPIM-ന് ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. പണം നഷ്ടമായ കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും പരാതിയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം. 24 കോഴിക്കോട്. തിരികെ വാർത്താമഴയിലേക്ക്.
വിവാദങ്ങൾക്കിടെ ജോമോളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. വനിതാ പ്രാതിനിധ്യത്തിനായി മാറി നിൽക്കേണ്ടി വന്നു എന്ന രമേശ് പിഷാരടിയുടെ ആരോപണത്തിന് പിന്നാലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. ജോമോളാണ് ആ വനിതാ മെമ്പർ. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ 3 പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം റിട്ടേണായിട്ട് നമുക്കൊരു അപേക്ഷയും തന്നിട്ടില്ല. അതിൽ എന്തായാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയുള്ളൂ. സ്വാഗതം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഈ തെരഞ്ഞെടുപ്പ് പിഷാരടി പറഞ്ഞ ചില കാര്യങ്ങളെ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോൾ പിഷാരടി ഒഴിയുന്ന ആ സ്ഥാനത്തേക്കാണോ ജോമോൾ എത്തുന്നത്? അനുജ, കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 വനിതകൾക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. അതിൽ വോട്ട് കുറഞ്ഞ ആളുകളെ കമ്മിറ്റിയിലേക്ക് കയറ്റി വോട്ട് കൂടുതൽ ലഭിച്ച് പിഷാരടി ഒഴിവാക്കി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയിലേക്ക് ഔദ്യോഗികമായി പിഷാരടി മെയിൽ അയക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും അത് ഇന്നത്തെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് നടി ജോമോളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം, തെരഞ്ഞെടുപ്പ് വിവാദം അമ്മയിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഭാരവാഹികൾ പറഞ്ഞത്. ഒപ്പം നടൻ സത്യന്റെ മകൻ സതീഷ് സത്യൻ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് നൽകിയില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ആ പ്രശ്നത്തിനും പരിഹാരമായിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് മെമ്പർഷിപ്പ് നൽകാനുള്ളതാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തീരുമാനം. ഒപ്പം അദ്ദേഹം അയച്ച മെയിൽ അത് കിട്ടിയിട്ടില്ല എന്നുകൂടി ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജോമോളെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തു. നടൻ സത്യന്റെ മകന് മെമ്പർഷിപ്പ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മറ്റ് വിവാദങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. അതിൽ പ്രതികരിക്കാനില്ല. അമ്മയുമായി ബന്ധപ്പെട്ട സംഭവമല്ല അതെന്നുകൂടി അമ്മ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചിട്ടു. ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. അമ്മ എക്സിക്യൂട്ടീവ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അശ്വിൻ പാലാഴി. തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കല്ലേറിൽ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് എത്തിയത്? നിലവിലെ സാഹചര്യം എന്താണ്? അനുജ, കഴിഞ്ഞ 2 ദിവസമായി ഈ സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ അവിടുത്തെ ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് വലിയ തർക്കത്തിലേക്ക് പോവുകയും അതൊരു സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് 3 പേരടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആലിൻമൂട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ എത്തുകയും അവിടെ നിന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നത്. അതിന് പിന്നാലെ തിരിച്ചുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു സംഘവുമായി തിരിച്ചെത്തുകയും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ കമ്പുൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ച് അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ സംഭവത്തിൽ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം. അതിൽ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരുക്ക്. KCB ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി. ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്ന് VK വിനോദ് പറഞ്ഞു. അതേസമയം KCB ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ CITU നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. KCB ചെയർമാൻ ബിജു പ്രഭാകറിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അതിനാലാണ് സർക്കാർ ഇടപെട്ട് കണക്ഷൻ പുനഃസ്ഥാപിച്ചത് എന്നും VK വിനോദ് പറഞ്ഞു. തിരുവമ്പാടി KCB വിഷയത്തിൽ LDF സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി. ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS ചെയ്തതിന്റെ കുറ്റമൊന്നും ഇപ്പൊ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിസ്കണക്ട് ചെയ്തത്. കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ്. KCB ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. കൃത്യമായ ഗൂഢാലോചനയോടെയാണ് ആക്രമണം നടത്തിയത് എന്ന് ജീവനക്കാർ ആരോപിച്ചു. ജീവനക്കാരായ 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമികൾക്കൊപ്പമാണെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ KCBക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK പ്രമോദ് പറഞ്ഞു. ഈ പോയ മർദ്ദനത്തിന് വിധേയരായ നമ്മുടെ ലൈൻമെന്റെയും സഹായിയുടെയും പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല.
ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കാര്യമായിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. അവസാനം ചെയ്യുന്ന പണിയാണ് ഞങ്ങളത്. അവസാനമേ ചെയ്യൂ. ഈ പറഞ്ഞ ഫോൺ വിളി, അതുപോലെ തന്നെ നേരിട്ട് പോയി പറയൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റൽ കയറി കട്ട് ചെയ്തത്. അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാഖും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. 24 കോഴിക്കോട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ തൃശൂർ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPI. മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കി MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. അതേസമയം മേയറെ തള്ളാതിരുന്ന CPIM വിഷയം LDF-ൽ ചർച്ച ചെയ്യുമെന്ന് പ്രതികരിച്ചു. തുടർച്ചയായി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയർ MK വർഗീസിന് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് CPI. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട്. എന്നാൽ മേയറെ മാറ്റണമെന്നത് CPIയുടെ മാത്രം അഭിപ്രായമെന്നും LDF-ൽ ചർച്ചയാകാമെന്ന നിലപാടിലുമാണ് CPIM. പ്രകോപനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മറ്റേ മേയറുടെ നിലപാടാണ്. എന്തായാലും ഈ കാര്യം ഞങ്ങൾ LDF ആലോചിക്കും. എന്നാൽ CPIയുടെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ MK വർഗീസ് തയ്യാറായില്ല. മേയറെ സംരക്ഷിക്കുന്ന CPIM നിലപാട് മുന്നണി ബന്ധത്തിൽ തന്നെ വിള്ളലുണ്ടാക്കുകയാണ്. 24 തൃശൂർ. ഇനി കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക്. വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പി BJPയും JDSും ചിക്ബല്ലാപുര MPയും മുൻ മന്ത്രിയുമായ ഡോക്ടർ K സുധാകരന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയാണ് മദ്യം നൽകിയത്. താൻ അറിയാതെയാണ് മദ്യം വിളമ്പിയതെന്ന് ഡോക്ടർ K സുധാകർ വിശദീകരിച്ചു. അതിനിടെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഞായറാഴ്ച ബംഗളൂരു റൂറലിലെ നിലമംഗലിയിലായിരുന്നു പാർട്ടി. ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ വെച്ച് സുധാകരനും മറ്റ് നേതാക്കൾക്കും സ്വീകരണം നൽകി. അതിനുശേഷമാണ് മദ്യം വിളമ്പിയത്. സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. BJPയുടെ പതിവാണിതെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കുറ്റപ്പെടുത്തി. BJPയുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു പ്രതികരിച്ചു. 15,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് കാണിച്ചാണ് പോലീസിൽ നിന്ന് പരിപാടിക്ക് അനുമതി നേടിയത്. എന്നാൽ 60,000-ലധികം ആളുകൾ പങ്കെടുത്തുവെന്നും തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ഇത്തരം ആഘോഷങ്ങൾക്ക് എക്സൈസ് അനുമതി നൽകരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. BJP നിലമംഗല പ്രസിഡന്റ് ജഗദീഷ് ചൗധരിയാണ് ആഘോഷം നടത്തിയത്. 24 ബംഗളൂരു. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഓരോ വാർഡ് കൂടുന്നതാണ് ബിൽ. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബില്ല് പാസാക്കിയത്, അതുകൊണ്ട് തന്നെ ഒപ്പിടരുത് എന്ന ആവശ്യം ഗവർണറോട് നേരിട്ട് പ്രതിപക്ഷം പറഞ്ഞതാണ്. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല, ഒപ്പിട്ടിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, നേരത്തെ കോവിഡ് കാലത്ത് നിയമസഭയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ബില്ലിലാണ് പിന്നീട് പലതരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടായത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ നേരത്തെ എടുക്കുകയും അതേപോലെ തന്നെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് ഗവർണർക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഗവർണർ ആ ബില്ല് മടക്കി അയച്ചതോടുകൂടിയാണ് വീണ്ടും തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭയിലേക്ക് എത്തിയത്. 5 മിനിറ്റിൽ ഈ ബില്ല് പാസാക്കിയതടക്കം വലിയ വിവാദമായിരുന്നു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും എന്നായിരുന്നു അജണ്ട നിശ്ചയിച്ചതെങ്കിലും പിന്നീട് അതിൽ പോലും ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണ് ബിൽ 5 മിനിറ്റ് കൊണ്ട് പാസാക്കിയതെന്നായിരുന്നു അന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. അത്യസാധാരണ ഘട്ടങ്ങളിലായിരുന്നു ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസാക്കാറുള്ളത്. അതടക്കം വലിയ തരത്തിലുള്ള വിവാദം അതുണ്ടായി. അതിന് പിന്നാലെയാണ് നിയമസഭയിൽ നിന്ന് ആ ബിൽ ഇപ്പോൾ ഗവർണർക്ക് മുൻപിലേക്ക് എത്തുകയും ബില്ലിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. ഈ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിലുള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം
1300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യത. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം 3078 നിന്ന് 3205 ആകും. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം കുറഞ്ഞ് 25 നിന്ന് 26 മാറും. പരമാവധി 52 നിന്ന് 53 വർദ്ധിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 2080 ഡിവിഷനുകളുണ്ട്. 187 എണ്ണം പുതിയതായി ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ 3311 ഡിവിഷനുള്ളതിൽ 15 എണ്ണം കൂടി വർദ്ധിക്കും. ഇങ്ങനെയാണ് വാർഡ് പുനർവിഭജനം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വിവാദങ്ങൾക്കൊടുവിൽ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. അനുജ, അതെ, തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ഇത്തരം ഹർജികൾ വിപരീത ഫലമുണ്ടാക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇത്തരം നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് വനിതകൾക്ക് ജോലി നൽകാൻ തൊഴിലുടമകൾക്ക് താൽപര്യം കുറയാൻ കാരണമാകുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. വിപരീത ഫലം ഉണ്ടാക്കിയേക്കുമെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതേസമയം ബന്ധപ്പെട്ട കക്ഷികളുമായി സർക്കാരിന് കൂടിയാലോചന നടത്തി നയരൂപീകരണം നടത്താൻ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം കൂടി തേടണമെന്നും കോടതി വ്യക്തമാക്കി. ആർത്തവ അവധി ആവശ്യമുന്നയിച്ച് ഹർജിക്കാർ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകി. 24 ഡൽഹി. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തി സ്വകാര്യ ബസ്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ 3 വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മടപ്പള്ളി കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ ശ്രേയ എൻ സുനിൽകുമാർ, തണ്ണീർപന്തൽ സ്വദേശി ദേവിക ജി നായർ, കല്ലേരി ഹൃദ്യ എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവർ മടപ്പള്ളിയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവേ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തൃശൂർ കണ്ണൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. സംഭവമുണ്ടായ ഉടൻ തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു. ബസ് ചോമ്പാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 വിദ്യാർത്ഥികളും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരുക്ക് ഗുരുതരമല്ല. ബസ് ജീവനക്കാരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ താറുമാറായെന്ന് പ്രതിപക്ഷം. ടാപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും കേൾക്കാനില്ലെന്നാണ് പരിഹാസം. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. റോഡ് പൊളിക്കാതെ പദ്ധതി നടപ്പിലാക്കാനാകില്ല എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജലജീവൻ മിഷൻ താളം തെറ്റിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി. 6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഫണ്ട് ലാപ്സായിട്ടില്ലെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 51,000 കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി വഴി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 23.5% നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് 54% മാത്രമല്ല, പുതിയ വെള്ളം കൊടുക്കേണ്ട പദ്ധതികൾ ഓൺഗോയിങ് നിൽക്കുകയാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലേക്ക് എത്താൻ കഴിയുന്നത്. വരുന്ന 1.5 വർഷക്കാലം കൊണ്ട് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കുകയാണ് ആവശ്യം. 44,715 കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ 4 തുക പോലും ചെലവാക്കിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കൃത്യമായ സർവേ നടത്തുകയോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയോ ചെയ്തില്ല. കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്കും കുടിവെള്ളം ലഭ്യമല്ലാതാകുമെന്നും വി ഡി സതീശൻ. നോർമൽ കോഴ്സിലുള്ള പ്രോജക്റ്റുകൾ ഒന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. വാർത്താമഴ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.